ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കാവേരിയും ഗംഗയും വിനീതും കൂടിയിട്ട് യമുനയെ അന്വേഷണത്തിലാണ്. അപ്പം അങ്ങനെ അവർ ഒരു റോഡിൽ അങ്ങനെ നിൽക്കുകയാണ് രാത്രി സമയത്ത്. അപ്പോൾ കാവേരിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാവേരി പറയുകയാണ്, അതെ, ഇത്ര നേരമായിട്ടും ഒന്നും ആയില്ല, നമ്മുടെ അനിയത്തിയെ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴും ചെറുതായിട്ടൊരു തമാശ ഈ പറയുന്ന വിനീത് പറയുകയാണ്, ഇതേ എനിക്ക് ആസ്ഥാനത്തുള്ള തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പറയുകയാണ്, ഗംഗേച്ചി, ഈ വിനീതേട്ടൻ്റെ കൂടെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും യമുനയെ കിട്ടില്ല, നമുക്ക് ഒന്നിച്ച് പോയിട്ട് വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് വരാം, വിനീതേട്ടനെ ഈ തമാശയും പറഞ്ഞ അവിടെ നിൽക്കട്ടെ എന്ന് കാവേരി ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, അതെ, നമ്മുടെ അനിയത്തി നമ്മുടെ കൂടെ ഉണ്ടായതാണ്, ഗംഗേച്ചിക്ക് ഇന്നലെ വന്നതാണ് ഈ വിനീതേട്ടൻ എന്ന് പറയുന്നത് കേൾക്കുക. വിനീത് പറയാണ്, അതെങ്ങനെയാ കാവേരി, ഗംഗയെ പ്രസവിച്ച് എൻ്റെ കയ്യിലോട്ടാണ് ആദ്യം തന്നെ തന്നത്, പിന്നെ എങ്ങനെയാ നീ അത് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന് നിന്നാ വാ ഗംഗേച്ചി, നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ഗംഗയുടെ കൈയും പിടിച്ച് കാവേരി അങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോവുകയാണ്, വിനീതുമായി വഴക്കിട്ടിട്ട്. അങ്ങനെ ആ സമയം നടു റോഡിൽ ഒരു വണ്ടി പോലും കിട്ടാനില്ല. ആ സമയത്ത് ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ കൈ കാണിക്കുമ്പോൾ നിർത്തിയില്ല. അതിനുശേഷം മറ്റൊരു വണ്ടി വരുമ്പോൾ കാവേരി കൈ കാണിക്കുകയാണ്. അപ്പം നിർത്തുന്നുണ്ട്. സാർ, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് നോക്കുന്നത് നമ്മുടെ നിവിൻ്റെ മുഖത്താണ്. അപ്പോൾ നിവിനോ എന്ന് ചോദിക്കുന്നുണ്ട് ഗംഗ. അതെ. അപ്പോൾ ആ സമയത്ത് വേണ്ട ചേച്ചി, നമുക്ക് ഇതിൽ കയറണ്ട എന്ന് പറയുകയാണ് കാവേരി. അപ്പോൾ ഗംഗ പറയുകയാണ്, മോളെ, നമുക്ക് അവസാനമായി കിട്ടിയൊരു കച്ചിത്തുരുമ്പാണ്, ഇതിൽ കയറി നമുക്ക് അന്വേഷിക്കാം എന്ന് പറയുമ്പോൾ വേണ്ട ചേച്ചി എന്നും പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, അതെ, എന്നൊരു അന്യനെ പോലെ കണ്ടാൽ മതി, ഞാൻ യമുനയെ അന്വേഷിക്കാനല്ല നിങ്ങൾ ഇറങ്ങിയത്, യമുന എവിടെയുണ്ടെന്ന് നമുക്ക് കണ്ടെത്തണ്ടേ എന്ന് അങ്ങനെ വിളിച്ച് പറഞ്ഞ് കേൾക്കുമ്പോൾ കാവേരി അങ്ങനെ നിൽക്കുകയാണ് അവിടെ. അവിടേക്ക് വിനീത് വരുന്നുണ്ട്. അപ്പോൾ വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത് കാര്യങ്ങളൊക്കെ കാണാനില്ല എന്നുള്ളത്. എന്തായാലും എന്നോടുള്ള വഴക്ക് വിനീതിനോട് കാണിക്കേണ്ട കേട്ടോ, വിനീതിനോട് വഴക്ക് വേണ്ട കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ എന്തായാലും നമുക്ക് ഒന്നിച്ച് അന്വേഷിക്കാമെന്നും പറഞ്ഞ് എന്നാ വാ നടക്ക് എന്ന് പറയുന്നില്ല. അപ്പോൾ ആ സമയത്ത് നിവിൻ പറയുകയാണ്, അതെ, ഞാൻ എന്തായാലും ഇതിൻ്റെ പുറകിൽ വലിയൊരു അന്വേഷണം തന്നെ നടത്തിയായിരുന്നു, ഞാനൊരു അന്വേഷണത്തിൻ്റെ പുറകിലായിരുന്നു വിനീത് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ ആ കോളേജിൽ നിന്ന് ഈ മാനന്തവാടി കടന്നു പോയിട്ടുള്ളത് ഈ ചുരം ഇറങ്ങിയിട്ടുണ്ട്, അവൻ്റെ വണ്ടി ഈ ചുരം ഇറങ്ങിയിട്ടുണ്ട്, അവൻ ആ വണ്ടിയിലുണ്ടായിരുന്നു വിശാല്, പിന്നെ ഒരു പെൺകുട്ടിയും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ അതാരാണെന്ന് വ്യക്തമായിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിലെ CCTV നിന്നാണ് എനിക്കത് കണ്ടെത്താൻ സാധിച്ചത്. തന്നെയല്ല, മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ അവളുടെ കൂട്ടുകാരിയുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. നിവിനും അവളും തമ്മിൽ വലിയ അടുപ്പത്തിൽ ആദ്യമായിരുന്നെങ്കിലും കുറച്ചു കാലമായി അവർ പിണക്കത്തിലായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇന്ന് അവർ വീണ്ടും സ്നേഹത്തിലാവുകയാണ്, അവരുടെ പിണക്കം മാറുകയായിരുന്നു എന്നാണ് ആ കൂട്ടുകാരി പറഞ്ഞത്. അങ്ങനെ അതിനുശേഷമാണ് അവർ രണ്ടുപേരെയും കാണാതായതെന്നും പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, യമുനയുടെയും വിനീതിൻ്റെയും ക്ലാസ്സിൽ നിന്ന് യമുനയുടെയും വിശാലിൻ്റെയും ക്ലാസ്സിൽ നിന്ന് രണ്ട് സുഹൃത്തുക്കളെയും കൂടി കാണാതായിട്ടുണ്ട്. അവരുടെ വീട്ടിൽ ഞാൻ പോയി അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അവർ ടൂറ് പോവുകയാണ്, എവിടേക്കോ വിശാലിൻ്റെ കൂടെ എവിടേക്കോ പോവുകയാണ്, ഇടയ്ക്കങ്ങനെ പോകാറുണ്ട്. അവരൊക്കെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്, അടിച്ചു പൊളിച്ചിട്ട് വരട്ടെ, ആൺപിള്ളേരല്ലേ എന്നാണ് അവരുടെ രക്ഷിതാക്കൾ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇവൻ അവിടെ നിന്നും പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന അവർ എന്തായാലും നമുക്ക് അന്വേഷിക്കാമെന്നും പറഞ്ഞ് എല്ലാവരും ആ ജീപ്പിൽ കയറുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ യമുനയെ തന്നെയാണ് കാണിക്കുന്നത്. യമുനയാണെങ്കിൽ റൂമിൽ അങ്ങനെ കരഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛ ഞാനിവിടെ പെട്ടുപോയി, അച്ഛൻ്റെ മോൾക്ക് തെറ്റ് പറ്റി, ഞാൻ അവനെ വിശ്വസിച്ചു, ഇനി എങ്ങനെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും, അച്ഛൻ എന്നെ രക്ഷിക്കുക, അച്ഛനെല്ലാം അത് മുകളിൽ നിന്ന് കാണുന്നില്ലേ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അവളങ്ങനെ പൊട്ടിക്കരയുകയാണ്. അപ്പോഴാണ് ആരോ നടന്നു വരുന്ന ഒച്ച അവൾ കേൾക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റ് വാതിലിൻ്റെ മറവിൽ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ വിശാല് വാതിൽ തുറന്നകത്തേക്ക് വന്നിട്ട് യമുനെ എന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഗ്യാപ്പിലിടയിൽ കൂടെ അവൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെ അവൾ വീഴാൻ പോവുകയാണ്. അപ്പോഴേക്കും വിശാൽ അവളെ പിടിക്കുകയും തട്ടിയിടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാമെന്ന്, ഒരിക്കലും നടക്കില്ലടി എന്നും പറഞ്ഞ് വീണ്ടും അതേ റൂമിൽ തന്നെ കൊണ്ടുവന്നിടുകയും ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് അമ്മയെ എന്ന് പറഞ്ഞ് കരയുന്ന നമ്മുടെ യമുനയെ സ്വപ്നം കണ്ടിട്ട്
ശാരദ ചാടി എഴുന്നേൽക്കുകയാണ് മോളെ എന്ന് വിളിച്ചുകൊണ്ട്. അപ്പോഴേക്ക് അമ്മ അവിടേക്ക് വരുന്നുണ്ട്. എന്താടി ശാരദ എന്ന് ചോദിക്കുകയാണ്. യമുന വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യമുനയെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ യമുന വന്നിട്ടില്ല, യമുനയെ അന്വേഷിച്ച് പോയവരൊന്നും ഇതുവരെയും വന്നില്ല, നീ ഒന്ന് സമാധാനപ്പെടുക എന്നൊക്കെ പറഞ്ഞ അമ്മ സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ നമ്മുടെ ശാരദയ്ക്ക് ഒട്ടും ഇത്ര ഇരുട്ടായല്ലേ, 10:30 രാത്രി, അപ്പോൾ ഇത്രയായിട്ട് എൻ്റെ മോൾ ഇത് എവിടെ പോയതാണ് ഈശ്വര എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. അതിനുശേഷം വീണ്ടും ഈ അന്വേഷിച്ചിറങ്ങിയ ടീമിനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവരിതുപോലെ റോഡ് സൈഡിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാവേരിക്ക് നിവിനോടുള്ള ദേഷ്യമൊന്നും തന്നെ തീർന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അവനിങ്ങനെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. അവൾ പറയുകയാണ്, അതെ എനിക്ക് തോന്നുന്നത് നമ്മുടെ അന്വേഷണം പാതി വഴിയിൽ നിന്നു എന്നാണ്. എനിക്ക് തോന്നുന്നില്ല വിശാലിൻ്റെ കൂടെ ഇനിയിപ്പോൾ യമുന ഇല്ലെങ്കിലോ, അങ്ങനെ വിശാലിൻ്റെ പുറകെ പോയിട്ട് വല്ല കാര്യമുണ്ടോ, എനിക്കെന്തോ നമ്മൾ ശരിയായ ദിശയിലല്ല പോകുന്നതെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാവേരി അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. ഈ നിവിൻ്റെ വാക്കും കേട്ടിട്ടാണ് ഇതിനൊക്കെ തിരിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പം നിവിൻ പറയാണ്, ഉണ്ട്, അവൻ ഉറപ്പായിട്ടും ആ ചുരം ഇറങ്ങിപ്പോയിട്ടുണ്ട്. ചുരം ഇറങ്ങിപ്പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അവരിപ്പോൾ തമിഴ്നാട്ടിലേക്കോ വേറെ എവിടേക്കെങ്കിലൊക്കെ പോയിക്കൂടെ ആ വഴിക്ക്, അല്ലാതെ ഇവിടെ തന്നെ ഉണ്ടെന്ന്, മാനന്തവാടിയിൽ തന്നെ ഉണ്ടെന്ന് എങ്ങനെ അറിയാനാ എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കണം. അപ്പം ഇവിടെ ഇല്ല. എന്തായാലും ജയബാലൻ അങ്കിളിന് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടേക്കൊന്ന് അന്വേഷിച്ചാലെന്ന് പറയുമ്പോൾ അവൾ കാവേരി അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ വിനീതാണെങ്കിൽ ഒരു കുപ്പി വെള്ളവുമായിട്ട് ഗംഗയോട് ചോദിക്കുന്നുണ്ട്. ഗംഗയെ വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട. അപ്പോൾ കാവേരി നിനക്ക് വേണം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ഭക്ഷണം വല്ലതും കഴിക്കണം, വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഗംഗയോട് വീണ്ടും നമ്മുടെ വിനീത. അപ്പോൾ വേണ്ട വിനീതേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗ പറയണത് അവൾക്ക് ഇത് വിശക്കുന്നുണ്ട്, അതെല്ലാം നിവിനെ പിടിച്ച് തിന്നാൻ നിൽക്കുന്നത്, അവൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക വിനീതേട്ടൻ എന്നിങ്ങനെ ഗംഗ മറുപടി പറയുകയും ചെയ്യാണ്. എന്തായാലും ജയബാലൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് അവനറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവരെല്ലാവരും കൂടി അവിടേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ അവർ ജീപ്പിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ ആ വീട് കണ്ടുപിടിക്കുകയും ആ വീടിൻ്റെ സൈഡിലൂടെ ആ വിശാലിൻ്റെ 2 കൂട്ടുകാരന്മാരും പാസ് ചെയ്ത് പോകുന്നതും കാണുന്നുണ്ട്. അവരെ പുറകെ ആയിട്ട് പോവുകയാണ് ഇവർ 4 പേരും. അങ്ങനെ അവരാണെങ്കിൽ ജീപ്പിൻ്റെ പുറത്ത് കള്ളും കുപ്പിയൊക്കെ വെച്ചിട്ട് കള്ളൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് ടച്ചിങ്സ് ആയിട്ട് നല്ലത് കൊടുക്കാം നമുക്ക്, വാ എന്ന് പറഞ്ഞിട്ട് വിനീത് തൻ്റെ മുണ്ടൊക്കെ മടക്കി കുത്തി നേരെ കൈയൊക്കെ ചുരുട്ടി മടക്കി അവിടെ കയറ്റി വെച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അവർക്ക് 2 പേർക്കും നല്ലത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവരെയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ വിശാലാണെങ്കിൽ ഫോണിലും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വിശാലിൻ്റെ അരികിലേക്കാണ് ഇവരെയും കൊണ്ടുപോകുന്നത്. അങ്ങനെ അവരെ അവിടേക്ക് നിലത്തിട്ട് കൊടുക്കുമ്പോൾ വിശാൽ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവരെ കാണുമ്പോൾ വിശാലിൻ്റെ അരികിലേക്ക് അവരും ഇങ്ങനെ തല്ലാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെയാടാ യമുന എന്ന് ചോദിക്കുന്നുണ്ട്. യമുനയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം പിന്നല്ലാതെ യമുന നിൻ്റെ കൂടെയല്ലേ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എൻ്റെ കൂടെ യമുനയൊന്നും വന്നിട്ടില്ല. അപ്പം പിന്നെ എന്തിനാടാ നീയും നിൻ്റെ ചേച്ചിയുടെ അരികിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട്, രാഗിണിയുടെ അരികിലേക്ക് പോകുന്നെന്ന് പറഞ്ഞ് നീ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ എനിക്ക് ഇവിടെ എത്തിയപ്പോൾ ഉറക്കം വന്നു, അപ്പോൾ ഇവിടെ അടുത്ത് ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരെയും വിളിച്ചു ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. നീ നുണ പറയാണ്, ഇവന് പഠിച്ച കള്ളനാണെന്നൊക്കെ നിവിൻ പറഞ്ഞ് നിവിൻ തല്ലുന്നുണ്ട്. നിവിൻ പറയാണ്, എടാ നീ എൻ്റെ കുടുംബത്തിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ, ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്നത് വലിയ അഭിമാനമൊന്നുമല്ലടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെ ദേഷ്യത്തോട് നിൽക്കുകയാണ്. അപ്പോൾ ഇല്ലെന്നല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോഴും അവരോട് കാവേരിയോടും ഗംഗയോടും പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും അകത്തേക്ക് ചെന്ന് നോക്കി എന്ന് പറയുമ്പോൾ നിവിൻ ഇവരെ പിടിച്ചു വെക്കുകയാണ്. ഇവരെ 3 നിവിനും അതുപോലെ തന്നെ വിനീതും ഇവരെ പിടിച്ചു വെക്കുകയും അവരങ്ങനെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ നമ്മുടെ യമുനയെ കണ്ടെത്തും. അതെന്തായാലും നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.